ഇന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സമയം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന്? സോറോ, പോസ്റ്റ്പോൺമെന്റ്, മെച്യൂരിറ്റി, ദ ഡ്രീം ആൻഡ് ദ മൈസ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആരൊക്കെയോ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരുപാട് മാനസിക വേദനയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവർ മറ്റു പല കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യുന്നില്ല. അവർ ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ അത് പിന്നീടത്തേക്ക് വെക്കുന്നുണ്ടാവാം. അങ്ങനെ അവരുടെ ലൈഫ് തന്നെ ഒരു ബാലൻസ് ഇല്ലാതെ പോകുന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ നിങ്ങളോട് ഒരു ഹീലിംഗിലേക്ക് വരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു വ്യക്തി ഹീലിംഗിലേക്ക് വരിക എന്ന് പറയുന്നത്, അയാൾ ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അയാൾക്ക് ഹീൽ ആവാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു റിയാലിറ്റി എന്താണോ അത് അക്സെപ്റ്റ് ചെയ്ത് ഹീൽ ആവുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പെൻഡിങ്ങിലേക്ക് വെച്ചിട്ടുണ്ട്, പിന്നീട് ചെയ്യാം എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് ചെയ്യേണ്ടുന്ന ഒരു റൈറ്റ് ടൈം ഇതാണെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് അവരുടെ സോൾമേറ്റ് അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്. മറ്റു ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണോ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില വ്യക്തികൾ ഏതൊക്കെയോ കാര്യങ്ങൾ വളരെ പൊസസീവായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിയന്ത്രണം നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിലീസ് ചെയ്യാമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്.